നമ്മൾക്ക് എല്ലാവർക്കും പല രീതിയിലുള്ള വിശ്വാസ പ്രമാണങ്ങളുണ്ട്. അതിന് ഒരുപാട് പഴക്കങ്ങളുമുണ്ട്. എന്നാലും നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിണോ, മറ്റൊരാളുമായിട്ട് നമ്മൾ വഴക്കിടുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാൾ ശരിയല്ല എന്ന് പറയാനുള്ള എൻ്റെ ശരിയെ എന്നെങ്കിലും ഞാനായിട്ടിരുന്നിട്ടൊന്ന് പരിശോധിച്ചിട്ടുണ്ടോ? അതായത് ഒരു ദൈവമുണ്ടെന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ഞാൻ ഇന്ന മതത്തിൻ്റെ ആളാണെന്ന് പറയുമ്പോഴും ഇന്ന ദൈവത്തിൻ്റെ കൂടെ നിന്നാൽ എനിക്ക് സമാധാനമുണ്ടെന്ന് എന്നെ പഠിപ്പിച്ചപ്പോഴും എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ഞാനായിട്ടിരുന്ന് ഈ കാര്യങ്ങളെ പരിശോധിക്കുമ്പം ഭയമില്ലാതെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് എന്തുകൊണ്ടാണ് മറ്റുള്ളവർ അടിച്ചേൽപ്പിച്ച ചില വിശ്വാസങ്ങൾ ഞാൻ കൂടെ കൊണ്ടു നടക്കേണ്ടി വന്നത്, എന്നിട്ട് ഞാൻ ബാക്കിയുള്ളവർ ശരിയല്ല അല്ലെങ്കിൽ ഇങ്ങനെ ജീവിക്കാൻ സാധിക്കില്ല, നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് നമ്മൾ മറ്റൊരാളോട് പറയുമ്പം ഒരിക്കലെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചിണോ നമ്മൾ ജീവനോടുള്ളത് ഞാൻ അറിയുന്നുണ്ട് എന്നുള്ളത്? അല്ലെങ്കിൽ മറ്റുള്ളവർ പഠിച്ചേൽപ്പിച്ച് മറ്റ് ഗുരുക്കന്മാരുടെ കീഴിലുള്ള മറ്റ് ദൈവങ്ങളുടെ അടിമകളായി മാറുമ്പോൾ നമുക്ക് വേണ്ടി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവൻ്റെ തുടിപ്പിൽ നിന്നുകൊണ്ട് നമ്മൾ കാണുന്ന കാര്യങ്ങളെയും കേൾക്കുന്ന കാര്യങ്ങളെയും അതുപോലെ മനസ്സിലായോ? അതായത് മറ്റൊരു കണ്ണടയുടെ അല്ലെങ്കിൽ മറ്റൊരു ബിംബത്തിൻ്റെ താല്പര്യത്തിലൂടെ അല്ലാതെ നമ്മുടെ കണ്ണുകളുടെ ആ സത്യസന്ധതയിൽ ചില കാര്യങ്ങൾ കാണാൻ നമ്മളുടേതായിട്ട് മറ്റുള്ളവർ എന്ത് ചെയ്താലും അത് നമ്മളെ ബാധിക്കാതെ നമ്മളുടെ ജീവൻ നമ്മളെ കൂടെ ഇരിക്കുന്ന ആ അവസ്ഥയുമായിട്ട് നമുക്ക് കുറച്ച് നേരം നമ്മളെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? വളരെ കുറച്ച് നേരം, 1 മിനിറ്റ്, 10 മിനിറ്റ്, ഒരു ദിവസം, 2 ദിവസം, ജസ്റ്റ് അതിൻ്റെ കൂടെ നിന്ന് നോക്കുക. ആ കൂടെ നിന്ന് നോക്കുമ്പോൾ നമ്മളിൽ കിട്ടുന്ന ആ സത്യസന്ധമായ ആ പ്യുവർ ഡിവിനിറ്റിയുടെ ആ എനർജി അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കുക. മറ്റുള്ളവരെ കുറ്റം പറയുമ്പം എനിക്ക് എന്നെ ഒരു നിമിഷം പോലും ഞാനായിട്ടിരുന്നിട്ട് പരിശോധിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് മറ്റൊരാൾ ശരിയല്ല എന്ന് പറയേണ്ടി വരുന്നത്. അല്ലെങ്കിൽ അയാൾ ശരിയായാലും തെറ്റായാലും എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനവുമായിട്ടാണ് എനിക്ക് ബന്ധമെങ്കിൽ അവിടെ ഞാൻ വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അപ്പോൾ മറ്റൊരാളെ നമ്മൾ കുറ്റം പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ശ്രദ്ധിച്ച് നോക്കുക, എനിക്ക് ഞാനായിട്ടിരിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ ഇത്രയും പഴക്കമുള്ള എൻ്റെ വിശ്വാസ പ്രമാണങ്ങളിൽ ഞാനിരിക്കുമ്പോഴും മറ്റൊരാളെ ഞാൻ സംശയിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ അവൻ ശരിയല്ലെന്ന് പറയേണ്ടി വരുന്നു. എന്തുകൊണ്ടാണ്? ഇതിൽ എനിക്ക് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടല്ലേ. അപ്പോൾ ആ വിശ്വാസ പ്രമാണങ്ങളെ എല്ലാം ജസ്റ്റ് കുറഞ്ഞ സമയം ആ അലമാരിയിലൊന്ന് പൂട്ടി വെച്ചിട്ട് ഈ കണ്ണുകൊണ്ട് ഞാൻ കാണുന്ന കാര്യങ്ങളെ അത് ഇന്നതാണെന്ന് ജഡ്ജ് ചെയ്യാതെ ഒരു തീരുമാനവും എടുക്കാതെ എനിക്ക് കാണാൻ സാധിക്കുന്ന അത്ര തന്നെയുള്ള ഒഴുക്കിൽ, കാരണം എൻ്റെ കാഴ്ച ഒരിക്കൽ പോലും ഒരു തീരുമാനം എടുത്തിട്ടില്ല ഈ കണ്ടത് മുസ്ലിമാണ്, ഹിന്ദുവാണ്, ഇന്ത്യനാണ്, കറുപ്പനാണ്, വെളുപ്പനാണ്, അവൻ ചെയ്തത് ശരിയല്ല എന്നൊന്നും എൻ്റെ കണ്ണൊരിക്കൽ പോലും എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ കേട്ട ശബ്ദങ്ങളിൽ ഇതിൽ ഒരു ചേർച്ചക്കുറവുണ്ടെന്ന് ഒരിക്കൽ പോലും എൻ്റെ കാത് എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ ഈ ശരീരത്തെ നിയന്ത്രിക്കുന്ന ആ വ്യക്തിക്ക് അതിൻ്റെ കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ട് അവനെ പഠിപ്പിച്ച ചില കാര്യങ്ങളിൽ നിന്ന് അവനായിട്ട് രൂപം കൊണ്ടിരിക്കുന്ന ഒരു മനസ്സാണ് ഈ കാര്യങ്ങളെ തീരുമാനിക്കുന്നത്. എന്നിട്ട് ആ മനസ്സുകൊണ്ട് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കുക, ഇത്രയും കാലത്തെ ജീവിതത്തിൽ ഇനിയും ഇത് ശരിയാക്കാം എന്നുള്ളതല്ലാതെ ഒരിക്കൽ പോലും എൻ്റെ കപ്പാസിറ്റിയെ എനിക്ക് നോക്കാൻ സാധിച്ചോ? കാരണം നമ്മൾ പറയും, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ അറിവുകൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മറ്റൊരാളെ നിങ്ങൾ സംരക്ഷിക്കാത്തത്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ സ്വാർത്ഥനായതുകൊണ്ടാണ് ആർക്കും നിങ്ങളെക്കൊണ്ട് ജീവിതത്തിൽ യാതൊരു ഉപകാരവും ഇല്ലാന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് മഹാത്മാക്കൾ വന്നുപോയി. ഇനിയൊരു മഹാത്മാവ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു മഹാത്മാക്കൾ പോലും വന്നുപോയി. അല്ലെങ്കിൽ നിരന്തരം നിങ്ങളുടെ കൂടെ ഉണ്ടാകും, ജീവനോടെയുള്ള മഹാത്മാക്കൾ നിങ്ങളുടെ ഉണ്ടാവും എന്ന് പറയുന്ന അങ്ങനെയുള്ള സമൂഹങ്ങളും അങ്ങനെയുള്ള സമുദായങ്ങളും ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ഞാൻ നിൽക്കുമ്പം എന്തുകൊണ്ടാണ് ഞാൻ ഇതുമായിട്ട് ചേർന്ന് നിൽക്കുന്നത്? എൻ്റെ കയ്യിൽ ഞാനായിട്ട് നിൽക്കുന്ന എന്തവസ്ഥയാണുള്ളത്? കാരണം നമ്മളൊരു മതത്തിൻ്റെ കൂടെ ചേരണമെങ്കിൽ, ഒരു കമ്മ്യൂണിറ്റിയുടെ കൂടെ ചേരണമെങ്കിൽ, ഒരാളുടെ കൂടെ ചേരണമെങ്കിൽ
ഞാൻ എന്താണെന്നുള്ളതിൻ്റെ ചെറിയൊരു അംശം എനിക്ക് കയ്യിൽ വേണ്ടേ? ഇത് നമ്മുടെ കയ്യിൽ ഞാനെന്ന് പറയണത് മുഴുവൻ ഹിന്ദു, മുസ്ലിം, ഇന്ത്യൻ, അല്ലെങ്കിൽ ഇന്ന നാട്ടുകാരൻ, ഇന്ന വീട്ടുകാരൻ, ബാങ്കിലുള്ള പൈസ, ഇതിനേക്കാൾ അപ്പുറത്ത് നമ്മളെല്ലാവരും ഞാനെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ശക്തി പ്രവർത്തിക്കണില്ലേ? എല്ലാവരിലും ഒരുപോലെ പ്രവർത്തിക്കണില്ലേ? അപ്പം അതുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ പുറത്ത് ആരുമായിട്ട് ഒരു സൗഹൃദം ഉണ്ടാക്കണ്ട. അവനവനുമായിട്ട് ഈ പറയുന്ന ഇത്രയും കാലത്തെ അനുഭവത്തിൻ്റെ ഇടയിൽ എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഞാൻ എണീച്ച് നിൽക്കാൻ ഇന്നും കാരണം എൻ്റെ ശരീരത്തിൽ ഞാൻ പോലും അറിയാതെ പ്രവർത്തിക്കുന്ന ഈ ഒരു ശക്തിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു വളരെ കുറഞ്ഞ സമയം, പറ്റുകയാണെങ്കിൽ ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു 5 നിമിഷം, ഒരു 10 മിനിറ്റ് വെറുതെ കൂടെ എന്താ ചെയ്യേണ്ടത്? ഇതിനും വേണ്ടിയിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ടോക്കൺ എടുക്കണം? ഇല്ല. എവിടെയെങ്കിലും ഹാജറിൻ്റെ പൈസ കൊടുക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും പിരിവ് കൊടുക്കണം, എവിടെയെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള വഴിപാടോ വെടിവഴിപാടോ നടത്തണം? ഒന്നുമില്ല. ആരുടെയെങ്കിലും കൂട്ട് വേണം? വേണ്ട. ഇതാ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കില്ലേ? ഇങ്ങനെ ഇതിൻ്റെ കൂടെ ഇതിൽ വലിയ ഹൈപ്പൊന്നുമില്ല, പക്ഷേ ഇതെപ്പോഴും ഇങ്ങനെ നിരന്തരം പോയിക്കൊണ്ടിരിക്കും. ആർക്കും കയറി വരാൻ പറ്റാതെ, ആരെയും കയറ്റാതെ. കയറി വരുന്നതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ ചില ചാബല്യങ്ങൾ മാത്രമാണ്. മറ്റൊരാൾ ശരിയല്ല എന്ന് തോന്നുന്നത് നമ്മുടെ ഉള്ളിലുള്ളൊരു ശരികേട് നമ്മളെ ട്രിഗർ ചെയ്യുകയാണ്, നമ്മളെ കുഴപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് മറ്റൊരാൾ നമ്മൾ ജഡ്ജ് ചെയ്യേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഈ ഹൃദയമിടിപ്പിൻ്റെ കൂടെ, ഈ ശ്വാസത്തിൻ്റെ കൂടെ, ഈ ശരീരം പ്രവർത്തിക്കുന്നതിൻ്റെ കൂടെ ഇത് ഭയങ്കര ബ്യൂട്ടിയല്ലേ? എന്ത് കാര്യത്തിനാണ് കഷ്ടപ്പെടുന്നത്? കഷ്ടപ്പെടേണ്ട എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഈ ഹൃദയത്തിൽ അറ്റാക്ക് കൊണ്ടുവരേണ്ട എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വിടാതെ പിടിക്കുന്ന പല കാര്യങ്ങളും നമ്മളിലുള്ളതുകൊണ്ടാണ്. ഈ നിമിഷം ഞാൻ ചത്തുപോകണമെങ്കിൽ, ഈ നിമിഷം എൻ്റെ മരണത്തിലേക്ക് എന്നെ എത്തിക്കാൻ ഒരുപാട് വർഷങ്ങൾ എനിക്ക് കിട്ടിയിട്ട് അതിനെ ഞാൻ ശ്രദ്ധിച്ചിട്ടും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. എൻ്റെ ശ്രദ്ധ പൊക്കെയാണെങ്കിൽ എനിക്ക് ജീവിക്കാനുള്ള അവസരം മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഇതെന്നെ നശിപ്പിക്കുന്ന ഒരു ഭാഗത്തേക്ക് ഒരിക്കലും കൊണ്ടുപോകില്ല. 101% ഷുവർ. താങ്ക് യു ഗായ്സ്.